ഹലോ, നല്ല നമസ്കാരം. മാരിഷൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഫീൽ ഗുഡ് ഇൻവെസ്റ്റിഗേഷൻ മൂവി. പാളയംകോട്ട ജയിലിൽ നിന്നും മോഷണക്കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് ജയിൽ മോചിതനായിട്ട് തിരികെ വരുന്ന ഒരു കള്ളൻ. ആ കള്ളൻ മോഷ്ടിക്കാൻ കയറുന്ന ഒരു വീട്ടിൽ ഒരു ഷോർട്ട് മെമ്മറി അല്ലെങ്കിൽ അൾസ്മേഴ്സ് ഉള്ള ഒരു പ്രായമായ ഒരു മനുഷ്യൻ. വീട്ടിൽ അദ്ദേഹം ബന്ധിതനാണ്. മകൻ അദ്ദേഹത്തിന് ഓർമ്മശക്തി കുറവായതുകൊണ്ട് ബന്ധിതനാക്കിക്കൊണ്ട് വിലങ്ങിട്ടിട്ട് ആണ് പുറത്തു പോകുന്നത്. അപ്പോൾ മകനാണെന്ന് കരുതി ഈ മോഷ്ടാവിനോട് പറയുന്നു, നീ വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നീ അപ്പോഴാണ് മകനല്ല എന്ന് മനസ്സിലാക്കുകയും അപ്പോൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം എന്നെ ഈ വിലങ്ങിൽ നിന്നും എന്നെ മോചിതനാക്കി എന്നെ പുറത്തേക്ക് കൊണ്ടുപോയാൽ ഞാൻ നിനക്ക് കുറേ പൈസ തരാമെന്ന് പറയും. ഒരു 5000, 10, അങ്ങനെ 25 ഒക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മോചിതനാക്കി ATMൽ പൈസ എടുക്കാൻ വേണ്ടി പോകും. ATMൽ പൈസ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ATMൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ കിടക്കുന്നത് കാണും. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഓർമ്മശക്തി ഇല്ലാത്ത മനുഷ്യരിൽ നിന്നും എങ്ങനെയെങ്കിലും പണം തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടുകയാണ്. അതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കഥ. ഇതിൻ്റെ നല്ല കിടിലം ബോണ്ടിങ് ആണ് കേട്ടോ. വടിവേലും ഫഹദും തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് കിടുക്കാച്ച സാധനം. ഓർമ്മശക്തി കുറഞ്ഞ വേലായുധം അതെ അങ്ങനെയാണ്, വേലായുധം പിള്ള എന്ന കഥാപാത്രത്തെ വടിവേലു വളരെ കിടിലമായിട്ട് ചെയ്തു. ഒപ്പത്തിനൊപ്പം കള്ളനായ ദയ എന്ന കഥാപാത്രത്തെ ഫഹദ് ഫാസിലും മനോഹരമാക്കിയിട്ടുണ്ട്. കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രം ഉള്ള ഒരു സിനിമയാണ്. ഇതിലെ നായകൻ ആരാണെന്ന് ചോദിച്ചാൽ വടിവേലു എന്ന് തന്നെ നിസ്സംശയം പറയാൻ പറ്റും. വടിവേലുവിൻ്റെ പെർഫോമൻസ് ഡിഫറൻ്റ് ആണ്. ഫഹദിൻ്റെ നാച്ചുറൽ ആക്ടിങ്ങും വടിവേലുവിൻ്റെ ലെയർ ബൈ ലെയർ ആയിട്ടുള്ള ആക്ടിങ്ങും ഈ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ യുവർ രാജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും വളരെ നന്നായിരുന്നു. വടിവേലു പാടിയ പാട്ട് ഒരു സുഖമുള്ള ഫീല് നൽകുന്ന, ഒരു ഗുഡ് ഫീൽ നൽകുന്ന ഒരു പാട്ട്, കിടിലം. പിന്നെ ഒരു സീനുണ്ട് കേട്ടോ, അതിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, ആ സീനെ നമ്മുടെ മനസ്സിൽ തറപ്പിച്ച് വയ്ക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ അതോടൊപ്പം തന്നെ ക്ലൈമാക്സിലെ കുറേ സീനുകൾ, അവസാനത്തെ ഒരു 10-15 മിനിറ്റ് സീനുണ്ടല്ലോ, മ്യൂസിക്കലി ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സീന്, കുറേ സീനുണ്ട്. ലാസ്റ്റ് സീനാണ് ഞാൻ പറയുന്നത്. കുറച്ച് ലാസ്റ്റ് സീനിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഞെരിപ്പ്, കിടിലമെന്ന് വെച്ചാൽ കിടിലം. ആ ഒരു കാര്യത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കൊണ്ട് ഞെരിപ്പിക്കാൻ വേണ്ടി രാജയ്ക്ക് സാധിച്ചു എന്നത് ഭയങ്കരമായിട്ടൊരു വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഈ സിനിമയുടെ പോസിറ്റീവിൽ പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ട ഒരു സാധനം പെർഫോമൻസും അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും തന്നെയാണ്. ഇതിൻ്റെ കുറേ ചെറിയ ചെറിയ ക്യാരക്ടറായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ വളരെ മനോഹരമായ ഒരു ഫീൽ ഗുഡ് ആണ് നമുക്ക് തരുന്നത്. തിരുവണ്ണാമല വരെ പോകുന്ന ഒരു ട്രാവൽ, ആ ട്രാവലിൽ കോമഡിയും പാട്ടും ഡാൻസും എല്ലാം കൂടി ഇഴുകിച്ചേരുന്ന ഫസ്റ്റ് ഹാഫ്. മലയാളത്തിൽ ജനിക്കേണ്ട സിനിമ, സിറ്റുവേഷൻ മാറ്റി തമിഴിൽ പിറവിയെടുത്തു, അത്രയാണ്. കാരണം ഇതിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് എല്ലാം തന്നെ വി കൃഷ്ണമൂർത്തിയാണ്, അദ്ദേഹം മലയാളിയാണ്. അതോടൊപ്പം തന്നെ സുധീഷ് ശങ്കർ ഇതിൻ്റെ സംവിധായകൻ, അദ്ദേഹവും മലയാളിയാണ്. മൊത്തത്തിൽ മലയാളിയുടെ കയ്യൊപ്പ് പതിഞ്ഞ തമിഴ് സിനിമ. വടിവേലുവിനെ കമഴ്ത്തി പണമടിക്കാൻ നോക്കുന്ന ഫഹദിനെ കമഴ്ത്തി വിട്ടുന്ന വടിവേലു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടി മുതലും ദൃസാക്ഷിയില്ല. ആ സിനിമയിൽ കണ്ട അതേ ഫഹദിനെയാണ് ഞാൻ ഈ സിനിമയിൽ കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ മാസ് ക്ലാസിക് പെർഫോമൻസ് കൊണ്ട് വടിവേലും അഴിഞ്ഞാടി. ഫസ്റ്റ് ഹാഫിന് മുമ്പ് ഒരു സീനുണ്ട് കേട്ടോ, കിടുക്കാച്ച സാധനം. ആ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്കുള്ള ഒരു വലിയൊരു ഹൈപ്പായിട്ട് അടയാളപ്പെടുത്താൻ സാധിക്കും. സെക്കൻഡ് ഹാഫിന് ശേഷം സിനിമ വളരെ ഹൈയിലായിട്ടാണ് റൺ ചെയ്യുന്നത്. സ്ക്രീൻ പ്ലേ, ഓരോ ഡയലോഗും 1 by 1 ആയിട്ട് പരസ്പരം ബന്ധിപ്പിച്ച് ചെയിനായിട്ട് തന്നെയാണ് പിന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. കലൈസെൽവൻ ശിവജിയുടെ DOP വളരെ കിടിലമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ട്രാവൽ ടൈമിലുണ്ടല്ലോ കുറേ നല്ല കിടില സീനുകൾ കാണിക്കുന്നുണ്ട്. പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ പച്ചപ്പും പാടവും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കിടിലം
ആ ഒരു ക്യാമറ ബ്രില്യൻസ് ഉണ്ടല്ലോ, ആ കുറേ സീനുകളിൽ കിടിലമായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എഡിറ്റിങ് ശ്രീജിത്ത് സരംഗ് അദ്ദേഹത്തിൻ്റെയാണ് എഡിറ്റിങ്. അദ്ദേഹം നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു ലവ് സ്റ്റോറി കാണിക്കുന്നത് വളരെ ക്രിസ്പി ആയിട്ട്, പിന്നെ വടിവേലുവിൻ്റെ ആ ലവ് സ്റ്റോറി കിടിലമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ഫീൽ ചെയ്തു. വടിവേലുവിൻ്റെ മേക്കപ്പ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ആദ്യം കണ്ടതിൻ്റെ ആ ഒരു സുഖമുണ്ടല്ലോ, പിന്നെ ആ മേക്കപ്പിൽ അങ്ങ് തോന്നിയില്ല. അതോടൊപ്പം തന്നെ ഈ കോവൈ സരള ചെയ്ത കഥാപാത്രത്തെ അല്പം കൂടി നന്നായിട്ട് ബിൽഡ് ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നി. പോലീസ് അന്വേഷണത്തിലുണ്ടല്ലോ എവിടെയോ എന്തോ മിസ്സാകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതാണ് കേട്ടോ. പിന്നെ 2.5 മണിക്കൂറിൽ സെക്കൻഡ് ഹാഫിൻ്റെ ലെന്ത് കുറച്ച് ആ ഇൻവെസ്റ്റിഗേഷൻ സ്വല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ 2 വെളിപ്പെടുത്തലുകൾ ഒരേ സമയത്ത് സമാന്തരമായി കാണിച്ചിരുന്നുവെങ്കിൽ അല്പം കൂടി നന്നാകുമായിരുന്നു. ആ ഒരു വെളിപ്പെടുത്തൽ രണ്ടും 2 ടൈമിലാണ് കാണിക്കുന്നത്. പിന്നെ തുടക്കത്തിലെ ഒരു എലിയുടെയും പാമ്പിൻ്റെയും നരേഷൻ അതും വേണ്ടായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. മൊത്തത്തിൽ തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു 5-ൽ ഒരു 3.5 മാർക്ക് കൊടുക്കാവുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് വാരീഷൻ. ഓക്കെ, താങ്ക് യു.